ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. ചില ഇന്റർവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചുട്ട മറുപടി കൊടുക്കുന്ന ഒരാളും കൂടെയാണ്. ഇപ്പൊ ഞാനിരുന്ന് ഈ ഒരു ഇന്റർവ്യൂ തന്നെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ചിരിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ ആണ്. ഏത് നേഹയാണ് ഒറിജിനൽ നേഹ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും നേഹ എങ്ങനെയാണ്? ശരിക്കും പാവമാണോ? എങ്ങനെയാണ്? ഞാനൊരു അന്യനാണെന്ന് തോന്നുന്നുണ്ടോ? അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ബേസിക്കലി പാവമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ എങ്ങനെ ആൻസർ കൊടുക്കാൻ പറ്റുന്നു ചോദിച്ചാൽ, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ആൻസർ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, വേറൊരു കാര്യം, ബേസിക്കലി ഞാൻ നല്ല കുട്ടിയാ. ഞാൻ പേഴ്സണലി ഒരു കാര്യം കൂടെ ചോദിക്കാം. ഈ ബ്യൂട്ടിയുടെ സീക്രട്ട് എന്താണ്? അത് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയ വല്ല ടിപ്പുണ്ടോ? അവർക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്ക് തരാൻ പറ്റിയ വല്ല ടിപ്പുണ്ടോ? അതെ, മുമ്പേ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ. പിന്നെ എവിടെയോ എൻ്റെ ജീനിൽ എവിടെയോ ഒരു കോമഡിയുടെ സാധനം കിടപ്പുണ്ട്. അപ്പൊ അറിയാത്തതൊക്കെ പുറത്തും കൂടെ വരുന്ന ഈ ടിപ്പ് എന്ന് വെച്ചാൽ ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. അതാണ് സൗന്ദര്യം. അല്ലാതെ പ്രത്യേകിച്ച് പ്രൊഡക്റ്റോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. മാനുഫാക്ചറിങ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് സീക്രട്ട് എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തരില്ല, അതാണ് സംഭവം. കുഴപ്പമില്ല, എന്തായാലും നല്ല ക്യൂട്ടാണ്, നല്ല നുണക്കുഴിയൊക്കെ ആയിട്ടല്ലേ. ഞാൻ എൻ്റെ പപ്പയോട് ചെറുപ്പത്തിൽ ചോദിക്കുമായിരുന്നു. പപ്പയുടെ കല്യാണ ഫോട്ടോ കാണുമ്പോൾ അപ്പയുടെ അമ്മയുടെയും, അപ്പയ്ക്ക് ചെറുപ്പത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ പൊക്കൂടായിരുന്നോ, സിനിമ നടനെ പോലും ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. കാരണം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപക്ഷെ നമ്മുടെ പേരൻസിന്റെ ആ ഒരു ഇതായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. അതെ, എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറൊന്നുമില്ല. ബിക്കോസ് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവും കുറെയൊക്കെ നമ്മുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ബാക്കി നമ്മൾ തന്നെ ഒരു 25 വയസ്സാകുമ്പോൾ 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ റിയലൈസ് ചെയ്യും. നമ്മൾ തന്നെത്താനെ അതിൽ നിന്ന് മാറി വരും. ഞാൻ ചോദിക്കാം, ഇപ്പൊ ഇത്ര നേരം എന്നോട് ചോദിച്ചല്ലോ, അപ്പൊ അതിൽ നിന്ന് എനിക്ക് തോന്നിയ എനിക്ക് എന്താണ്, മോഡൽ ആകണം എന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നോ ചെറുപ്പത്തിൽ? മോഡൽ ചെറുതായിട്ട് എനിക്കെന്നല്ല, ഇപ്പൊ ഒട്ടുമിക്ക ഇങ്ങനെ പറ്റാത്ത ആളുകളുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാതെ എന്നെ പോലെ തന്നെ ഞാനിപ്പോ അതൊക്കെ വിട്ട് ഞാനിപ്പോ ആങ്കറിങ്ങും. അതെന്താ വിട്ടത്? കണ്ടിന്യൂ ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോ നമ്മുടെ സൊസൈറ്റി, ഞാൻ അത്ര ബോൾഡ് അല്ല. അത് മോഡലിങ്ങും ബോൾഡ്നെസ്സും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. ഇന്ന് എല്ലാവരും ചെയ്യുന്നില്ല. ഇന്ന് ഒരു പക്ഷെ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തെളുപ്പം എല്ലാ കാര്യങ്ങളും. പക്ഷെ ബോൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് തെരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതുപോലെ ഞാനൊരു ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് ചെയ്തു. ഇപ്പൊ നേഹ ആയതുകൊണ്ട് നല്ല ചുട്ട മറുപടി കൊടുത്തു. ഞാനാണെങ്കിൽ അവിടെ കരയും. അല്ല, ഞാൻ മറുപടി കൊടുക്കാറില്ല. അത്രയ്ക്ക് മറുപടി അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കൂ. ഞാൻ കൊടുക്കാറില്ല. ഞാനായാലും അവിടെ കരയും. നമ്മൾ മറുപടി കൊടുത്താൽ മറുപടി കൊടുക്കാനല്ലേ സമയം ഉണ്ടാവില്ല. നീ ആണെ അവിടെ കരയും. ഞാൻ കരയും. പക്ഷെ നമുക്ക് അതിനൊരു മാറ്റം വേണം. ആ മാറ്റം വന്നിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ആ മാറ്റം ഈ നൂറ്റാണ്ടിൽ വരുമോ? നൂറ്റാണ്ട് വരണം. മാറ്റം വരുമോ? വരും. എനിക്ക് തോന്നുന്നു കുറെ നാള് കഴിഞ്ഞിട്ടൊരു 40 വയസ്സൊക്കെ ആകുമ്പോൾ മാറ്റം വരും. അപ്പൊ തോന്നുന്നു 20-ആം വയസ്സിൽ അങ്ങനെ ചിന്തിച്ചാൽ മതി. അടുത്തത് വൈറല് ആങ്കറിന്റെ ഏജ് കണ്ടാൽ നിങ്ങൾ ഞെട്ടുന്നു. പക്ഷെ 27 എന്ന് പറഞ്ഞില്ല, ഞാൻ സുന്ദരിയാണ്. ഇത് കാരണവന്മാര് തന്നിട്ടുള്ള കുറച്ച് സൗന്ദര്യം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പറയാം, ഈ പ്രായത്തിലൊന്നും വരുത്തിച്ച് കാര്യമൊന്നുമില്ല. അതായത് പണ്ട് കാലത്ത് ഒക്കെ ആരോ എന്തൊക്കെ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി വെച്ചു. പ്രായം ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഓരോ വർഷം കൂടുമ്പോൾ ഓരോ നമ്പർ ഇങ്ങനെ ആഡായി പോകുന്നേ ഉള്ളൂ. അത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒത്തിരി ഇപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ഒക്കെ ആവുമ്പം അത് ഇതാണ് നമ്മുടെ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്ന വേറെ ലെവലാവുന്നത്. അല്ലാതെ ഇങ്ങനെ നമ്പർ ആഡായി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആ നമ്പർ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഇതെങ്ങനെയാ, എനിക്ക് എങ്ങനെയാ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതെ, നമുക്കിപ്പോ ഓരോ പ്രായത്തിൽ നിനക്കുണ്ട്, അതാണ് നിന്റെ പ്രശ്നം. അതെ, നമുക്ക് ഓരോ പ്രായത്തില് നമുക്ക് പറയാലോ, നമ്മള് ഇപ്പോ ഒരു 10th കഴിക്കുന്നില്ല, 27 വയസ്സായില്ലേ, കഴിക്കണം. പേഴ്സണലി എന്നെ അറിയുന്ന എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ എന്നെ കിടി എന്നാണ് വിളിക്കാറ്. ആണോ? അത് എന്നെ അങ്ങനെ വിളിക്കാറ് അങ്ങനെയാണോ? ഓ, എന്നെ ഇങ്ങനെ കിളിയാന്ന് വിളിക്കുന്നത്. പക്ഷെ അവര് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവര് മണ്ടത്തരാന്ന് പറഞ്ഞിരിക്കും. അത് അവരുടെ മിസ്റ്റേക്കാണ്, നമ്മളുടെ മിസ്റ്റേക്ക് അല്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാലും കോമഡി ആയി പോയി. അതാണ് മെയിൻ പ്രശ്നം. അല്ല, അത് എന്താ സംഭവം എന്നറിയാം. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ തോന്നും, കിളിയില്ലാന്ന് തോന്നും. അപ്പൊ നമ്മള് ആ കിളി അനുസരിച്ച്, അല്ലെ കിളിയില്ല എന്നല്ല, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കിളി പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്നത്. അതെ, എപ്പോഴും നമ്മുടെ കിളി സ്ട്രോങ് ആയിരിക്കും. അതാണ് ചില സമയത്ത് എനിക്ക്
ഒന്നും അറിയാത്തൊരു LKG പിള്ളേരെ പോലെ ആയിരിക്കും ഞാൻ ചില സമയത്ത് ബിഹേവ് ചെയ്യുക. ചില സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തൊക്കെയോ അറിയുന്ന ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളെ പോലെ 70 വയസ്സുള്ള ഒരു അമ്മൂമ്മ അല്ലേ? അങ്ങനെയും പറയാം, അങ്ങനെ ബിഹേവ് ചെയ്യുക. അതേ തകരാറാ. അങ്ങനെ അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അങ്ങനെയല്ല, മെച്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ മെച്യൂർഡായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ പ്രായത്തിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ടെന്ന്. ചില സമയത്ത് കൊച്ചു പിള്ളേരെ പോലെ എന്തെങ്കിലും കാണിച്ചാൽ അവർ പറയും ഈ ഒരു ലെവലില് കിളിയാണെന്ന് പറയും. അതങ്ങനെ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അടുത്ത് ഞാൻ റീസെന്റ് ആണ് ഞാനൊന്ന് വീട് മാറിയത്. വീട് മാറിയപ്പോ എനിക്ക് വീട് ഒറ്റ തവണയെ കണ്ടുള്ളൂ. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ പോയി. തിരിച്ച് ഞാൻ എൻ്റെ 2 വീലറിലാണ് വന്നത്. തിരിച്ച് വന്നപ്പോൾ റോഡൊന്ന് മാറിപ്പോയി. സെയിം ഒരേപോലത്തെ റോഡായിരുന്നു. എനിക്ക് റോഡൊന്ന് മാറിപ്പോയി. ഞാൻ ഒരേ റോഡിൽ തന്നെ ഒരു 5-6 പ്രാവശ്യം കറങ്ങി. എന്നിട്ട് അവിടെ എല്ലാവരോടും ചോദിച്ചു. അവരെന്നോട് ചോദിച്ചു എങ്ങോട്ടാ പോകണ്ടേന്ന്. മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇതിന് മരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവരെന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും എന്റെ വീട് തപ്പി പോവാന്നുള്ളത്. അപ്പൊ അവരെന്നോട് ചോദിക്കും അടിച്ചത് ഏത് സാധനമാണ്. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കില്ലേ നല്ലത്. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്ന് എന്നോട് ചോദിക്കുകയാണ് ആക്ച്വലി ഈ സ്റ്റേഡിയത്തിലോട്ട് പോകാനുള്ള വഴി ഏതാണ്. ഞാൻ പൊന്നു ചേട്ടാ ഞാൻ റോഡ് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. അല്ല, ഈ ഗൂഗിൾ മാപ്പ് ഒന്നും കയ്യിലില്ലേ? ഗൂഗിൾ മാപ്പിൽ തപ്പിട്ടാണ് അവരെന്നെ കറക്കിയത്. ചില സമയത്ത് ഗൂഗിൾ ആന്റിക്ക് ഇടയ്ക്കൊരു കറക്കല. വേറെ പിന്നെ അവസാനം എത്തിപ്പെട്ടു വീട്ടില്. ഞാൻ പിന്നെ വിളിച്ച് ഞാൻ അവിടുത്തെ ഓണറെ വിളിച്ച് ഞാൻ ലൊക്കേഷൻ ഒന്ന് അയക്കോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയക്കോ ചോദിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോയി. അതെന്താ കാര്യം എന്നറിയാവോ? അത് ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും അങ്ങനെ വരാറുള്ളൂ. ഒന്നാമത് രാവിലെ എന്നിട്ട് എക്സർസൈസ് ചെയ്യണം. പിന്നെ രാത്രി നല്ല ഉറക്കം വേണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിളി കുറച്ചൊക്കെ ഒന്ന് ഇതാവും. അല്ല, എനിക്ക് ശരിക്കും കിളിയുണ്ട്. പക്ഷെ ഇത് ഒറ്റ പ്രാവശ്യം കണ്ട വീടല്ലേ, എനിക്ക് അങ്ങനെ മെമ്മറിയിൽ നിൽക്കില്ല. ഒറ്റ പ്രാവശ്യം കണ്ടോ എനിക്ക് അത്ര മെമ്മറി പവർ ഒന്നുമില്ല. അതാണ്. ഇപ്പൊ എന്നെ കുറിച്ചുള്ളത് ഏകദേശം കിട്ടിക്കാണുമല്ലോ അല്ലേ? ഇനി ഞാനൊരു സജഷൻ ഉണ്ട്. ഈ കിളി എന്നുള്ള സംഭവം ചെയ്യാൻ നേരം നമ്മൾ ഞാനിപ്പോ ഹെയർ കളർ ചെയ്തിട്ടില്ലേ, അത് ഈ വയലറ്റ്, ബ്ലൂ, പച്ച, ഓറഞ്ച് അങ്ങനെയൊക്കെ പല കളേഴ്സിൽ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യണം. അപ്പൊ കിളിയാണെന്നുള്ളത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ടൈം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്യാം. അപ്പൊ നല്ല അപ്പൊ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല, ആളുകൾക്ക് മനസ്സിലായിക്കോളും. ദിയക്കിളി പോന്നു കിളിതാ പോകുന്നുള്ളത്. കിളി പോന്നു ദിയക്കിളി പോന്നു. ഇപ്പൊ ചേട്ടന് ഏകദേശം പ്രൊമോലും എടുക്കാൻ കിട്ടി. നമ്മള് ഇന്റർവ്യൂവിന് ഇടയ്ക്ക് ഇപ്പൊ അടുത്ത ചോദ്യത്തിലോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു ഇങ്ങോട്ട് ചോദിക്കുന്നു. ഞാൻ നിർത്തി. ഒന്ന് കട്ടി ചേട്ടൻ സീരിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഇഷ്ടമുള്ള ആളുകളടുത്ത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയ ഓക്കെ ആയിട്ടുള്ള ആളുകളടുത്ത് ഞാൻ ഫുൾ കിളി പോയിട്ട് സംസാരിക്കുന്നു എന്നാണ് എല്ലാരും പറയുന്നത്. ശരിക്കും ഞാൻ പ്രേക്ഷകരോടല്ല, ഞാൻ ഏഹയോട് പേഴ്സണലി കാര്യം പറയാം. ഇത് എന്തായാലും ഓൺ ചെയ്തിടരുത്. ഓക്കെ, പേഴ്സണലി എന്നെ അറിയുന്ന എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ എന്നെ കിളി എന്നാണ് വിളിക്കാറ്. ആണോ? അത് എന്നെ എങ്ങനെ വിളിക്കാറ് അങ്ങനെയാണോ? എന്നെ ഇങ്ങനെ കിളിയാന്ന് വിളിക്കുന്നത്. പക്ഷെ അവര് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവര് മണ്ടത്തരാന്ന് പറഞ്ഞിരിക്കും. അത് അവരുടെ മിസ്റ്റേക്ക് ആണ്, നമ്മളുടെ മിസ്റ്റേക്ക് അല്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാലും കോമഡി ആയിപ്പോയി. അതാണ് മെയിൻ പ്രശ്നം. അല്ല, അത് എന്താ സംഭവം എന്നറിയാം. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ തോന്നും കിളിയില്ലാന്ന് തോന്നും. അപ്പൊ നമ്മള് ആ കിളി അനുസരിച്ച്, അല്ലെ കിളി ഇല്ലാന്നല്ല, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കിളി പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്നത്. അതെ എപ്പോഴും നമ്മുടെ കിളി സ്ട്രോങ് ആയിരിക്കും. അതാണ്. ചില സമയത്ത് എനിക്ക് ഒന്നും അറിയാത്തൊരു LKG പിള്ളേരെ പോലെ ആയിരിക്കും ഞാൻ ചില സമയത്ത് ബിഹേവ് ചെയ്യുക. ചില സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തൊക്കെയോ അറിയുന്ന ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളെ പോലെ 70 വയസ്സുള്ള ഒരു അമ്മൂമ്മ അല്ലേ? അങ്ങനെയും പറയാം, അങ്ങനെ ബിഹേവ് ചെയ്യുക. അതേ തകരാറാ. അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അങ്ങനെയല്ല, മെച്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ മെച്യൂർഡായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും ഓക്കെ പ്രായത്തിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ടെന്ന്. ചില സമയത്ത് കൊച്ചു പിള്ളേരെ പോലെ എന്തെങ്കിലും കാണിച്ചാൽ അവര് പറയും ഈ ഒരു ലെവലില് കിളിയാണെന്ന് പറയും. അതങ്ങനെ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അടുത്ത് ഞാൻ റീസെന്റ് ആണ് ഞാനൊന്ന് വീട് മാറിയത്. വീട് മാറിയപ്പോ എനിക്ക് വീട് ഒറ്റ തവണയെ കണ്ടുള്ളൂ. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ പോയി. തിരിച്ച് ഞാൻ എൻ്റെ 2 വീലറിലാണ് വന്നത്. തിരിച്ച് വന്നപ്പോൾ റോഡൊന്ന് മാറിപ്പോയി. സെയിം ഒരേപോലത്തെ റോഡായിരുന്നു. എനിക്ക് റോഡൊന്ന് മാറിപ്പോയി. ഞാൻ ഒരേ റോഡിൽ തന്നെ ഒരു 5-6 പ്രാവശ്യം കറങ്ങി. എന്നിട്ട് അവിടെ എല്ലാവരോടും ചോദിച്ചു. അവരെന്നോട് ചോദിച്ചു എങ്ങോട്ടാ പോകണ്ടേന്ന്. മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇതിന് മരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവരെന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും എന്റെ വീട് തപ്പി പോവാന്നുള്ളത്. അപ്പൊ അവരെന്നോട് ചോദിക്കും അടിച്ചത് ഏത് സാധനമാണ്. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കില്ലേ നല്ലത്. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്ന് എന്നോട് ചോദിക്കുകയാണ് ആക്ച്വലി ഈ സ്റ്റേഡിയത്തിലോട്ട് പോകാനുള്ള വഴി ഏതാണ്. ഞാൻ പൊന്നു ചേട്ടാ ഞാൻ റോഡ് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. അല്ല, ഈ ഗൂഗിൾ മാപ്പ് ഒന്നും കയ്യിലില്ലേ? ഗൂഗിൾ മാപ്പിൽ തപ്പിട്ടാണ് അവരെന്നെ കറക്കിയത്.
ചില സമയത്ത് ഗൂഗിൾ ആൻറ്റി കറക്കിയതാ. ആന്റിക്ക് ഇടയ്ക്കൊരു കറക്കല. അപ്പം ഈ വേറെ പിന്നെ അവസാനം എത്തിപ്പെട്ടു വീട്ടില്. ഞാൻ പിന്നെ വിളിച്ച് ഞാൻ അവിടുത്തെ ഓണറെ വിളിച്ച് ഞാൻ ലൊക്കേഷൻ ഒന്ന് അയക്കോ അതിന് ഡീറ്റെയിൽസ് ഒന്ന് അയക്കോ ചോദിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോയി. അതെന്താ കാര്യം എന്നറിയാവോ? അത് ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും അങ്ങനെ വരാറുള്ള. ഒന്നാമത് രാവിലെ എന്നിട്ട് എക്സർസൈസ് ചെയ്യണം, പിന്നെ രാത്രി നല്ല ഉറക്കം വേണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിളി കുറച്ചൊക്കെ ഒന്ന് ഇതാവും. അല്ല, എനിക്ക് ശരിക്കും കിളിയുണ്ട്. പക്ഷെ ഇത് ഒറ്റ പ്രാവശ്യം കണ്ട വീടല്ലേ, എനിക്ക് അങ്ങനെ മെമ്മറിയിൽ നിൽക്കില്ല. ഒറ്റ പ്രാവശ്യം കണ്ടോ എനിക്ക് അത്ര മെമ്മറി പവർ ഒന്നുമില്ല. അതാണ്. ഇപ്പൊ എന്നെ കുറിച്ചുള്ള ഏകദേശം കിട്ടിക്കാണുമല്ലോ അല്ലേ? അല്ലേ? ഇനി ഞാനൊരു സജഷൻ ഉണ്ട് പറയാം. ഈ കിളി എന്നുള്ള സംഭവം ചെയ്യാൻ നേരം നമ്മൾ ഞാനിപ്പോ ഹെയർ കളർ ചെയ്തിട്ടില്ലേ, അത് ഈ വയലറ്റ്, ബ്ലൂ, പച്ച, ഓറഞ്ച് അങ്ങനെയൊക്കെ പല കളേഴ്സ് ഇങ്ങനെ 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 അങ്ങോട്ട് ചെയ്യണം. അപ്പൊ കിളിയാണെന്നുള്ളത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ടൈം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാം. അപ്പൊ നല്ല, അപ്പൊ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല, ആളുകൾക്ക് മനസ്സിലായിക്കോളും. ദിയക്കിളി പോന്നു, ദിയക്കിളി പോന്നു, കിളിതാ പോകുന്നുള്ളത്. കിളി പോന്നു, ദിയക്കിളി പോന്നു. ഇപ്പൊ ചേട്ടന് ഏകദേശം പ്രൊമോലും എടുക്കാൻ കിട്ടി. കോൺടെസ്റ്റിൽ വിന്നറാക്കുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊരു പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് എന്നാണ് അതിനെ പറയാ. ബ്യൂട്ടി കോൺടെസ്റ്റ് എന്നല്ല. ബ്യൂട്ടി എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റിയാണ്. ഓക്കെ. ബ്യൂട്ടി ക്യാപ്ചേഴ്സ് അറ്റൻഷൻ, ബട്ട് പേഴ്സണാലിറ്റി ക്യാപ്ചേഴ്സ് ഹാർട്ട് എന്നൊരു സാധനമുണ്ട്. അപ്പം ഒരാളുടെ പേഴ്സണാലിറ്റി ആ ഒരു ഇതിലാണ് ഒരു സംഭവം ഇരിക്കുന്നത്. സോ അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. സോ ഈ പറയുന്ന പിന്നെ ഈ ബോഡി ഷേപ്പ് എന്താ, ബോഡി സ്ട്രക്ചർ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ മേ ബി ഫാഷൻ ബ്യൂട്ടി, ഞാൻ നേരത്തെ ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട് കരിയർ തുടങ്ങിയ സമയത്ത്. സോ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹെൽത്തി ഫിസിക് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ അതിനകത്തുള്ളൂ. പിന്നെ കോസ്റ്റ്യൂംസ്. ഈ കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു മറ്റുള്ളവരെന്ത് പറയുന്നില്ല, മറ്റും ഇവിടെയുള്ള മോഡൽസോ ആരെന്ത് പറയുന്നുള്ളത് എനിക്കറിയാൻ പാടില്ല, എൻ്റെ ഒപ്പീനിയനാണ്. ഈ മോഡലിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഷോയിങ് യുവർ സ്കിൻ, ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് ഷോയിങ് യുവർ ക്ലോത്ത്സ്. നമ്മളൊരു തുണിക്കടയിൽ ഒരു തുണി എടുക്കാൻ പോകുമ്പോൾ അതിന്റെ മുന്നേ കുറെ മാനിക്വിൻസിനെ വെച്ചിട്ടില്ലേ, ആ ഡ്രസ്സ് ഇട്ടിട്ട് അത് കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ ആ സാരി വാങ്ങണം, പിന്നെ ചിലപ്പം ആ ഡ്രസ്സ് കൊള്ളാം അടിപൊളി വാങ്ങണം എന്ന് തോന്നാറില്ലേ? തോന്നാറുണ്ട്. നമ്മൾ ആ ഡ്രസ്സല്ലേ നോക്കുള്ളൂ, മാനിക്വിന്റെ കൈയും കാലും നോക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനൊരു മനുഷ്യന്റെ കൈയും കാലും നോക്കണം? എനിക്കതാ മനസ്സിലാവാത്തത്. പക്ഷെ ഒരു സ്റ്റാച്യു പോലെ തന്നെ സ്ട്രക്ചറൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ അവിടെ കൊണ്ട് ഇങ്ങനെ സ്റ്റാച്യു ആയിട്ട് നിർത്താൻ പറ്റത്തില്ലല്ലോ ഫുൾ ടൈം. അതുകൊണ്ടാണ് മാനിക്വിനെ വെച്ചിരിക്കുന്നത്. അത് പറ്റുമായിരുന്നു അതും ചെയ്തേനെ. അത് പറ്റാത്തത് കൊണ്ടാണ് അവിടെ ഒരു മാനിക്വിനെ വെച്ചിരിക്കുന്നത്. അപ്പം ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഇടുന്നത് നമ്മൾ ശരീരം കാണിക്കാനല്ല, നമ്മൾ ഡ്രസ്സ് ഇടുന്നത് ആ ഡ്രസ്സ് കാണിക്കാനാണ്. അതാണ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതാണ് ആ ഒരു കാര്യത്തിൽ ഇവിടെയും മറ്റ് സംസ്ഥാനങ്ങളും ഡിഫറെന്റ് ആണ്. നമ്മൾ ഒരാളൊരു ഡ്രസ്സ് ഇട്ടാൽ ആ ഡ്രസ്സ് കൊള്ളാം അടിപൊളിയാണ് എന്ന് പറഞ്ഞ് അംഗീകരിക്കാനുള്ള മനസ്സ് അവർക്കുണ്ട്. അപ്പൊ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് ഇടുന്നത്. അല്ലാതെ ശരീരം ഇപ്പൊ ബിക്കിനി ഇട്ട് ഷൂട്ട് ചെയ്താലും അതെന്തിനാണ്? ആ ബിക്കിനിയുടെ ഷൂട്ടല്ലേ അത്? അല്ലെങ്കിൽ ഇപ്പൊ ബ്രൈഡ് പരസ്യം, ബ്രൈഡല്ലേ അഭിനയിക്കാൻ പറ്റൂ, വേറെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാണിക്കാനല്ലേ അതിടുന്നത്. അല്ലെ നമ്മൾ അത് ഇട്ടുകൊണ്ട് ജീവിതം മൊത്തം അത് ഇട്ടുകൊണ്ട് നടക്കുമോ? അതൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. സോ അത് ആളുകളുടെ തെറ്റായ ചിന്താഗതിയാണ്. നമ്മളൊരു സാധനത്തിലെ പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ ആ ഡ്രസ്സ് ഇട്ട് അഭിനയിക്കുന്ന ആ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കൂടുതൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാണ് സംഭവം. പക്ഷെ ആളുകൾ അത് മേ ബി നമ്മൾ ബ്രായിട്ടൊരു ഷൂട്ട് ചെയ്താൽ വയറ് കാണും, ഇത് നാച്ചുറൽ ആണ്. ഇതുപോലെ മോഡലിംഗ് രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ തന്നെ പിന്നീട് വേറെ സൈറ്റുകളിലും ഒക്കെ ആയിട്ട് സ്വന്തം വേറെ രീതിയിൽ പോയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അവർ തന്നെ ഈ ഒരു മോഡലിംഗ് മേഖലകളെ വല്ലാത്ത രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ ചൂഷണം ചെയ്യുന്നതിന് നമുക്ക് നേഹയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതിനോട് എനിക്ക് പറയാനുള്ളത്, ഓരോ ആളുകളും ജീവിക്കുന്നത് അവരവരുടെ താല്പര്യപ്രകാരമാണ് ജീവിക്കുന്നത് എന്നുള്ളതേ പറയാനുള്ളത്. പിന്നെ ഇവരെല്ലാവരും തന്നെ മോഡലിംഗ് ചെയ്തുകൊണ്ടായിരിക്കത്തില്ല ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. മോഡലിംഗ് ബേസിക്കലി 3 തരമാണുള്ളത്. ഒന്ന് ഫാഷൻ മോഡലിംഗ്, അതായത് നമ്മൾ ഫാഷൻ ഷോസ് വർക്ക് ചെയ്യുന്നത്, റൺവേ മോഡലിംഗ്, പിന്നെ ഈ പ്രിന്റ് ഷൂട്ട്, പ്രിന്റ് മോഡലിംഗ്, പിന്നെ TVC പരസ്യത്തിൽ അഭിനയിക്കുക, ഇതൊക്കെ തന്നെയാണ് സംഭവം. ഇതൊക്കെ കൂടാതെ ചില ആളുകൾ പണ്ടത്തെ ഇറോട്ടിക് ആയിട്ടുള്ള ഷൂട്ട്സ് ചെയ്യുന്നവരുണ്ട്, ഇറോട്ടിക് മോഡലിംഗ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു പക്ഷേ അവർക്ക് അതായിരിക്കും താല്പര്യം. അതൊക്കെ ഇപ്പോഴത്തേതല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഞാനൊക്കെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ്. അങ്ങനെയൊക്കെ ഒരു കുറച്ച് % ആളുകൾ മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷെ അതല്ല കോർ മോഡലിംഗ്. കോർ മോഡലിംഗ് എന്ന് പറയുന്നത്
ഈ 3 സംഭവങ്ങൾ മാത്രമാണ്. അതായത് എന്തൊരു ഫാഷൻ ഷോസിന് വർക്ക് ചെയ്യുന്നത്, റൺവേ മോഡലിംഗ്, പ്രിന്റ് മോഡലിംഗ്, TVC. ഇത് 3ആണ് ബേസിക്കലി. ഇത് 3ആണുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ പല കോസ്റ്റ്യൂംസ് ഇടുന്നു. ആ പരിപാടിക്ക് അനുയോജ്യമായ ഡ്രസ്സുകൾ എടുത്ത് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടറിന് പറ്റുന്ന പോലത്തെ കോസ്റ്റ്യൂം നമ്മൾ ഇടുന്നു. എന്ന് മേക്കപ്പ് ഇടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അത് നമ്മൾ ഒരു വൾഗാരിറ്റിക്ക് വേണ്ടി ഇടുന്നതല്ല. അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഈ മോശമാക്കുന്നവരെ കുറിച്ചിട്ട് പറയാനുള്ളൂ. അങ്ങനെ ഞാൻ എന്തു പറയാൻ അവരെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല. എനിക്കത് സീരിയസ് ആയിട്ട് ഉത്തരം അറിയാൻ പറ്റില്ല. അങ്ങനെ ബോൾഡ് ഉത്തരമില്ല. ഓക്കെ, നമുക്ക് മെയിൻലി സൊസൈറ്റിയെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉണ്ട് ആൻസർ. കാരണം ഇതുപോലെ മോഡലായിട്ട് വന്നുള്ള ആളുകൾ ഇതുപോലെ പല സൈറ്റിലും പല രീതിയിലും പോകുന്നത് കൊണ്ടാണ് പിന്നീട് വരുന്ന ആളുകളെ അവർ ആ കണ്ണി തന്നെ കാണും. അല്ല, പക്ഷെ അവരിപ്പോ മോഡലിംഗ് അല്ലല്ലോ ചെയ്യുന്നത്. അവര് മോഡലിംഗ് തുടങ്ങി വന്നു, പിന്നീട് അവര് മാറി വേറെ. ഇപ്പൊ ചിലര് ഈ മോഡലിംഗ് ഫീൽഡിലേക്ക് വന്നു. ഇപ്പൊ പലരും മോഡലിംഗ് നിർത്തി ജോലിക്ക് പോയിരുന്നവരുണ്ട്. ചിലര് ഈ ഫാഷൻ ഗ്രൂമിങ്ങിനൊക്കെ പോയിട്ടുള്ളവരുണ്ട്. എനിക്കത് താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെ ഗ്രൂമിങ്, ഞാൻ അതൊരു ഗ്രൂമിങ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് എനിക്ക് ഇല്ല. അപ്പൊ ഈ ഗ്രൂമിങ് ചെയ്യാൻ പോകുന്നവരുണ്ട്. പിന്നെ ചിലർ ഇപ്പോഴും മോഡലിംഗ് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലർ സിനിമാ നടികളായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ മേഖലയിലേക്ക് പോകുന്നുണ്ട്. അതിൽ ചില ആളുകൾ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള സൈറ്റ്സിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അവരിപ്പോ ചെയ്യുന്നത് മോഡലിംഗ് അല്ലല്ലോ, ഇപ്പൊ അവരതല്ലേ ചെയ്യുന്നത്. അതിനിപ്പോ നമ്മൾക്ക് മോഡലിംഗ് മേഖലയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ അവരെയും ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിലുണ്ട്. നമ്മുടെ ഈ രാജ്യത്തിൽ അവർക്ക് ഏതൊരു മനുഷ്യനും അവരവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്, അല്ലെ? അപ്പൊ പിന്നെ അവരെ ഒരു ചോദ്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഇപ്പൊ ഒരു ലൈവ് ഒക്കെ പോകുന്നവരൊക്കെ ഉണ്ടോ, ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ ചോയ്സ്. എനിക്കതിനോട് താല്പര്യമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നതൊക്കെ അവരുടെ ചോയ്സ്.